സ്നേഹിതരെ എല്ലാവർക്കും നമസ്കാരം. മ്യൂസിക് ദർബാർ ആരംഭിക്കുന്നു ഏഷ്യാനെറ്റ് റേഡിയോ 657. പ്രിയമുള്ള നിങ്ങളെ എല്ലാവരെയും മ്യൂസിക് ദർബാറിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജീവ് കോടംപള്ളി. ഓരോ ദിനത്തിലും നിങ്ങൾ ആവേശഭരിതരായി കാത്തിരിക്കുകയാണ്. മ്യൂസിക് ദർബാർ നിങ്ങളുടെ കാതോരം എത്തുമ്പോൾ മ്യൂസിക് ദർബാറിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ നൽകുന്ന ഒരു സംഗീത പ്രതിഭ തീർച്ചയായും ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത്. ഇന്നും ആ പ്രതീക്ഷയ്ക്ക് തെല്ലും മങ്ങലേൽപ്പിക്കുന്നില്ല. കാരണം എനിക്ക് വളരെ വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഒരു അതുല്യനായ കലാകാരനെ തന്നെയാണ് ഞാൻ ഇന്ന് മ്യൂസിക് ദർബാറിന്റെ ഈ ഹോട്ട് സീറ്റിലേക്ക് സ്വീകരിക്കുന്നത്, ആനയിക്കുന്നത്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രണവം മധു എന്ന മധുചേട്ടനെ. വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമസ്കാരം. ഒരുപാട് കാലമായി നമ്മൾ ഫോണിലൂടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്തും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്ന് ഒരു നേരിട്ടുള്ള ഇന്റർവ്യൂ, അത് ഞാൻ പ്രണവ മധു എന്ന അങ്ങയോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സമയം ഇപ്പോഴാണ് വന്നതല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഓരോ കലാകാർക്കും ഇത്തരമുള്ള പരസ്പരം സംഭാഷണങ്ങളും അതിലൂടെയുള്ള ചില വെളിപ്പെടുത്തലുകളും ഓരോ കലാകാരന്റെയും വളർച്ചയ്ക്ക് വളരെ ഊർജ്ജം നൽകുന്ന കാര്യങ്ങളാണ്. ഉറപ്പായും. ഞാൻ പലപ്പോഴും പല ദൃശ്യ മാധ്യമങ്ങളിലുള്ള മധുചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ചിന്തിച്ചിട്ടുള്ളത്, കലാരംഗത്ത് അനവരതം അനർഗളം ഈ സബര്യ ഇങ്ങനെ തുടരുന്നുണ്ട്. അവിടെയും ഇവിടെയുമായിട്ട്, അല്ലെങ്കിൽ നാട്ടിലും ഇവിടെയുമായിട്ട് കുറെ കാലമായി അങ്ങനെ സംഗീത സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് പാട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതത്തിലെ അവഗാഹം അപാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ശ്രോതാവിന് ഉറപ്പായും ആഗ്രഹം കാണും. അതെ. അപ്പോ ശരിക്കും ആ പ്രൊഫൈൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് തുറന്നു തരും. അപ്പൊ എന്റെ സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയാൻ ഇഷ്ടപ്പെടുന്നത് ഞാനൊരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ സംഗീത സംവിധാന രംഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ എനിക്ക് കുറച്ച് സഞ്ചരിക്കാനും പറ്റി. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തുടക്കക്കാരനാണെങ്കിൽ തന്നെയും സംഗീത സംവിധാനമാണ് ഇഷ്ടപ്പെട്ട മേഖലയിൽ, ഞാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ, ഒരു ദൈവാനുഗ്രഹിച്ചാൽ ഞാൻ എന്നും നിലനിൽക്കുന്ന മേഖലയും അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സംഗീത സംവിധായകനാകാനാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ ക്രിയേറ്റീവ് സൈഡുള്ളത്. ഒരു ലിറിസിസ്റ്റ് തരുന്ന ലിറിക്സിനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ശരിക്കും സംഗീത സംവിധായകന്റെ പ്രതിഭയിലാണല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ബാക്കിയെല്ലാം ഉപകരണങ്ങൾ മാത്രമാണ്. ഈ പാട്ടുകാരനാണെങ്കിലും ഇൻസ്ട്രുമെന്റലിസ്റ്റുകളാണെങ്കിലും ഒക്കെ തന്നെ സംഗീത സംവിധായകനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ജയരാജ് മാസ്റ്റർ പറഞ്ഞതുപോലെ എഴുതിയ കവിതകളിൽ നിന്ന്, ആ കവിതയിൽ നിന്ന് സംഗീതം കണ്ടെത്തുകയാണ് സംഗീത സംവിധായകന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അതിൽ സംഗീതമുണ്ട്. അതെങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നിടത്താണ് എന്റെ വിജയം. ഭാഗ്യവശാൽ ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയാണെന്ന് പറഞ്ഞതിൽ അഭിമാനമുണ്ട്. എന്റെ ഒരു സംഗീത സംവിധാനത്തിന്റെ ബാലപാഠവും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ 2 സ്വരങ്ങൾ മാത്രമാണ്. അല്ലാതെ ഞാൻ ആരുടെടുത്തും അങ്ങനെ ഒരു സംഗീത സംവിധാനത്തിന് ഒരു അസിസ്റ്റന്റായിട്ട് പ്രവർത്തിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പഠിക്കാൻ പോയ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു തന്ന രീതിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 സ്വരങ്ങളാണ് എന്റെ സംഗീത സംവിധാനത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഒരു പാട്ട് പാടിയപ്പോ അന്ന് കടലിനുമക്കരെ നിന്നും എന്നൊരു പാട്ട് പറഞ്ഞു. പുള്ളി അദ്ദേഹം എന്റെ സ്വരങ്ങൾ പറഞ്ഞു. കടലിനു പദദാപ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക്. നമ്മൾ വർണ്ണമൊക്കെ പഠിച്ച ശീലമുണ്ടല്ലോ, ഇങ്ങനെ പഠിക്കും. അത് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ മാത്രം വകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ കിട്ടിയ ഈ സ്പാർക്കാണ്, ഈ 2 സ്വരങ്ങളിൽ നിന്നാണ് സംഗീത സംവിധാനത്തിന് ഇതാണ് എന്റെ ബേസ് എന്ന് എന്റെ ഉള്ളിലെ സംഗീതം എന്നെ ബോധിപ്പിക്കുകയും അതുവഴി ഞാൻ സഞ്ചരിക്കുകയും ചെയ്തിട്ട് ഇന്ന് ആ വഴി സ്വീകരിക്കാൻ പറ്റിയത്. ഇത് കേട്ടപ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മോഹനമാണ് ആയിട്ടുള്ള ഒരു സംഭവം. അതെ അങ്ങനെ വന്നിട്ട് അപ്പൊ അന്ന് അതുവരെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വരപ്പെടുത്തിയാ ചെയ്യണമെന്നും ഒരു ധാരണയൊന്നുമില്ല. സംഗീതം മ്യൂസിക് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെയാണെങ്കിലും അന്ന് സംഗീതത്തിന് ഇത്ര ബോധമൊന്നും ഇല്ലാത്തൊരു
പ്രായം കൂടിയാണ്. ഏതൊരു കാലഘട്ടത്തിലാ അത് ഞാൻ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന 85-86 ജോയിൻ ചെയ്യുന്നത്. അന്ന് സമകാലികരാരൊക്കെയാണ് പ്രഗത്ഭരായിട്ടുള്ളത്? ഗോപൻ ചേട്ടൻ അങ്ങനെ സീനിയറാണ്, കളർ ഗോപൻ സീനിയറാണ്. പിന്നെ പന്തളം ബാലൻ എന്റെ ഒരു വർഷം ജൂനിയറായിട്ട് പഠിച്ച ആളാണ്. അന്ന് ദേവ മാസ്റ്ററുടെ കീഴിൽ പാടാൻ പോകുമ്പോൾ അന്ന് ലീഡ് പാടിയത് പട്ടണക്കാട് പുരുഷോത്തമൻ ചേട്ടനാണ്. അന്ന് അന്ന് ഞങ്ങളൊരു ഒരു നല്ലൊരു ഗായക സംഘം ഉണ്ടായിരുന്നു. അതിലൊന്ന് 10 പേരെ സെലക്ട് ചെയ്തിട്ടാണ് അന്നത്തെ ആദ്യമായിട്ട് പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ നടക്കുന്ന സമയമാണ് അത്. 87 മനസ്സിലായി, എനിക്ക് ഓർമ്മയുണ്ടാക്കാലോ. അപ്പൊ അന്ന് ഞങ്ങള് അതിൽ ഗ്രൂപ്പിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തു. ശ്രീറാമുണ്ടല്ലേ? ശ്രീറാം. അപ്പൊ അന്ന് ആദ്യമായിട്ട് ഒരു 10-30 ഗ്രൂപ്പിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്തപ്പോ ഭാഗ്യത്തിൽ ഞാനും 10 ഒരാളായി. അപ്പൊ എന്നിട്ട് ഞങ്ങള് ഈ സ്റ്റുഡിയോയിലേക്ക്, അന്ന് കാസറ്റാണ്, റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുപോകണം. അത് ദേവമാഷിനൊപ്പമാണ് പോകുന്ന സ്റ്റുഡിയോ തരങ്കിണിയാണ്. ആദ്യമായിട്ടാണ് സ്റ്റുഡിയോ കാണുന്നത്. അപ്പോ ചെന്നു ഞങ്ങൾ. എനിക്ക് ചെല്ലുമ്പോഴേ എന്റെ കൗതുകം മൊത്തം സ്റ്റുഡിയോയുടെ മറ്റേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളിലേക്കാണ്. അപ്പൊ അന്ന് വയലിനൊക്കെ ഇരിക്കുന്ന ഗാലറി പോലെ കെട്ടിട്ടേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റുഡിയോ. അപ്പൊ അങ്ങനെ പോയി അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഞാനത് പന്തളം ബാലൻ, പട്ടണക്കാട് പ്രസാദ് ചേട്ടൻ, ജി ശ്രീറാം ചേട്ടൻ, അങ്ങനെ ഞങ്ങളുടെ 10 പേരുണ്ടായിരുന്നു. അങ്ങനെ ചെങ്കുടി എന്നാണ് ആ കാസറ്റിന്റെ ആദ്യത്തെ പേര്. അതിൽ 10 പാട്ടിലും 10ലും കോറസ് ഉള്ള പാട്ടാണ്. അതാണ് ഒരു തുടക്കം. സ്റ്റുഡിയോയിലേക്ക് ആ തുടക്കം എന്തായാലും ഇന്നും പാർട്ടി കോൺഗ്രസിന് പുറത്തിറങ്ങിയ ഒരു കാസറ്റ്. അതെ പാർട്ടി കോൺഗ്രസ് ചെങ്കൊടി തന്നെയായിരുന്നു ആ കാസറ്റിന്റെ പുറത്ത്. അതെ പേര് അത്. പിന്നെ ഞങ്ങൾ ആ പ്രോഗ്രാം EMSന്റെ മുമ്പിൽ നേരിട്ട് പാടി അവതരിപ്പിക്കുകയും ചെയ്തു ആ പാട്ടുകളെല്ലാം. അത് എന്തായാലും അതൊരു വലിയ അനുഭവമാണ്. തീർച്ചയായിട്ടും. ഈ വരികളിൽ നിന്ന് ഞാൻ സംഗീതം കണ്ടെത്തുകയാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിനൊരു തിരുത്തൂടെയുണ്ട്. പുതിയ കാലഘട്ടം അതിനനുവദിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ട്യൂണിൽ നിന്ന് രചയിതാക്കള് എന്റെ ചോദ്യം മനസ്സിലാക്കി. വഴങ്ങേണ്ടി വരില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതെ. അപ്പൊ ഇതിപ്പോ ചെയ്യുമ്പോ ആൽബത്തിൽ സിനിമയ്ക്കാണ് കൂടുതൽ ആ ഒരു പാറ്റാണ് വന്നെങ്കിൽ ഇപ്പൊ ആൽബത്തിലും പലപ്പോഴും ഒരു 10 പാട്ടൊക്കെ ഉണ്ടെങ്കിൽ 3-4 പാട്ടുകളൊക്കെ ട്യൂൺ കൊടുത്ത് എഴുതുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ശരി. ട്യൂൺ കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഇറക്കിയ ആൽബം ഏതാണ്? ഇപ്പൊ റിലീസായ ആൽബം, ശ്രദ്ധിക്കപ്പെട്ട ആൽബങ്ങളിലൊന്ന് പെറ്റൽസ് ആണ്. ഇപ്പൊ റീസെന്റ് ഇറക്കിയത് ദലങ്ങൾ. അത് അതിന്റെ പ്രത്യേകത, അത് UAE ഒരു കൂട്ടായ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇനി അടുത്ത സെപ്റ്റംബർ മാസത്തിൽ റിലീസ് ചെയ്യാനായിട്ട് 2 ആൽബങ്ങളുടെ വർക്കിലാണ്. ഒരു ഓണവും ഒരു ഡിവോഷനിലും. പിന്നെ ഒരു 4 ആൽബത്തിന്റെ വർക്കിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയണം. അതിന് മുമ്പായി നമ്മുടെ ശ്രോതാക്കൾ മധുചേട്ടൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു പാട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ആദ്യം കൊടുക്കുന്ന ഗാനം മഴ പൊഴിയും സന്ധ്യയിൽ. ഈ ഗാനമാണ് കൊടുക്കുന്നത്. സുദീപ് പാടിയാണ്. അത് ആ രാഗത്ത് ഞാൻ മധ്യമാവധി രാഗമാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. മധ്യമാവധി രാഗം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് മഹാരഥന്മാരൊക്കെ എടുത്ത് ഉപയോഗിച്ച രാഗമാണത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോഴും പോരെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഒരു സാമ്യത ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് അപ്പോഴേ, ജനങ്ങൾ നല്ല മ്യൂസിക് സെൻസ് ആണ് ഇപ്പോ. പോരെങ്കിൽ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ഹരിവരാസനം, പിന്നെ അതുപോലെ രവീന്ദ്രൻ മാഷിയുടെ ഗംഗ, അതുപോലെ MK അർജുനൻ മാഷ് എടുക്കുകയാണെങ്കിൽ കസ്തൂരി മണക്കുന്നില്ല. ഇങ്ങനെ മധ്യമാവധിയിൽ അനന്ത സാധ്യതകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കച്ചേരി കേട്ട ആർക്കും ഏറ്റവും അവസാനം അല്ലേ? അതെ തീർത്തുള്ളൂ. അപ്പൊ ഞാൻ എടുക്കുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. കാരണം ഇതൊന്നും സാമ്യം വരാതെ, എന്നാൽ പെട്ടെന്ന് കേൾക്കുമ്പോഴേ മധ്യമാവധി തോന്നാത്ത രീതിയിൽ ഒക്കെ ചെയ്യാൻ ശ്രമം നമ്മൾ നടത്തുമല്ലോ. അതൊക്കെ പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് ഗാനമൊക്കെ ആകുമ്പോൾ മധ്യമാവധി കലർത്തുന്നത് വളരെ സൂക്ഷിച്ചു. അതെ. എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം. അതിനുശേഷം മടങ്ങിയെത്താം. തീർച്ചയായിട്ടും. മഴ പൊഴിയും സന്ധിയിൽ കാതിൽ നീ മൊഴിയുമ്പോൾ കുങ്കുമം തൂകിയോ നെഞ്ചിനുള്ളിൽ നിൻമിഴിക്കോണിലെ നീർമിഴിത്തുള്ളി പോൽ മാറിൽ വീണുടഞ്ഞുവോ. മഴമുത്തുകൾ മഴമുത്തുകൾ മഴ പൊഴിയും സന്ധിയിൽ കാതിൽ നീ മൊഴിയുമ്പോൾ കുങ്കുമം തൂകിയോ നെഞ്ചിനുള്ളിൽ.
മഴമുകിൽ മാനത്ത് മാരിവിൽ പൂത്ത പോൽ, മഴമുകിൽ മാനത്ത് മാരിവിൽ പൂത്ത പോൽ, മനസ്സിന്റെ മാന്തോപ്പിൽ പൂമാരി പെയ്തപ്പോൾ, മഴത്തുള്ളി കിലുക്കം നിൻ പൊന്മണി ചിലങ്ക തൻ മണിനാദമായുള്ളി ഒഴുകി വന്നു, ഒഴുകി വന്നു. മഴ പൊഴിയും സന്ധിയിൽ കാതിൽ നീ മൊഴിയുമ്പോൾ, കുങ്കുമം തൂകിയോ നെഞ്ചിനുള്ളിൽ. മധുവിധുരാത്രി മണിയറമച്ചകത്ത്, മധുവിധുരാത്രി മണിയറമച്ചകത്ത്, മായാമയൂരമായി നൃത്തമാടി വന്നു നീ. മാധവമാസത്തിൽ മാനസ സരസിൽ മഞ്ജീരധ്വനിയായി, മധുമഴയായി, മധുമഴയായി. മഴ പൊഴിയും സന്ധിയിൽ കാതിൽ നീ മൊഴിയുമ്പോൾ, കുങ്കുമം തൂകിയോ നെഞ്ചിനുള്ളിൽ. നിൻമിഴിക്കോണിലേ നീർമിഴിത്തുള്ളി പോൽ മാറിൽ വീണുടഞ്ഞുവോ മഴമുത്തുകൾ. മഴമുത്തുകൾ. വെൽക്കം ബാക്ക് ടു മ്യൂസിക് ദർബാർ. നമ്മളോടൊപ്പം ഇന്ന് മ്യൂസിക് ദർബാറിലുള്ളത് പ്രണവം മധു. പ്രണവം മധു എങ്ങനെ യു എയിലെത്തിയത്? എനിക്കൊരു എന്റെ 10 വർഷം മുമ്പ് ഞാനിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് സാറായിട്ട് എത്തിയിരുന്നു. 2 വർഷത്തെ ആ ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു പോവുകയും വീണ്ടും സംഗീത സംവിധാനത്തിൽ കുറച്ചുകൂടെ നല്ല വർക്കുകളും ഒരു തിരക്കൊക്കെ വന്നപ്പോൾ ഞാൻ അതാണ് എന്റെ തട്ടകം എന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് വീണ്ടും 2014 ഞാൻ ഇവിടെ അതിഥിയായിട്ട് യു എയിൽ വീണ്ടും വരികയാണ്. അങ്ങനെ പല പരിപാടികൾക്കായിട്ട് ഞാനത് വന്നത് ഞാനൊരു ഞാൻ കച്ചേരികൾ ധാരാളം ചെയ്യുന്ന ആളാണ്. ഇവിടെയും ചെയ്തിട്ടുണ്ട്, നാട്ടിലും ചെയ്യുന്നുണ്ട്. അല്ല, നാട്ടിൽ തന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നു എന്റെ ഒരു കച്ചേരി കച്ചേരി ഞാൻ കേൾക്കുകയും അതെ 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 പിന്നെ പല സ്ഥലങ്ങളിൽ നമ്മുടെ ഗാനമേള നടക്കുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പായി പ്രണവം മധു അങ്ങനെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ പിന്നെ ഞാനൊരു അതിഥിയായിട്ട് വരുന്നത് ഞാൻ മലയാളം ഗസലുകൾ എന്ന പ്രോഗ്രാം ചെയ്യുന്നു. മലയാളം ഗസലുകൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ പ്രത്യേകത ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്ത പാട്ടുകൾ മാത്രമാണ്. അപ്പൊ ഞാനൊരു ധൈര്യവും കുറച്ച് ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ആശങ്ക എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാട്ട് കേൾക്കുന്നവരുടെ മുന്നിലേക്ക് പുതിയ പാട്ടുകൾ എങ്ങനെ അത് സ്വീകരിക്കപ്പെടുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ പല വേദികളിലും അത് ആൾക്കാർ വളരെ 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 ഇഷ്ടത്തോടെ അത് സ്വീകരിച്ചു, ആസ്വദിക്കൂ. പല ഗസലൊക്കെ പാടുന്ന സമയത്ത് അതിന്റെ വരികൾ കൂടി ഒരു ഇഷ്ടം വന്നാലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. വരികൾ എന്ന് പറയുമ്പോ മനുഷ്യരുടെ മനസ്സിൽ ഇപ്പൊ വരുന്ന ഒരു 2 വരി. രാവിൽ നിൻജാലകം തുറന്നാൽ
മുറ്റം നിറയും നിലാവാണൻ സ്നേഹം, മഞ്ഞ് പൊഴിക്കും മകരവെളുപ്പിൻ്റെ മധുര കുളിരാണെൻ സ്നേഹം. സുഭാഷ്, അപ്പോ ഓരോ ഗസലുകൾ ഇടയ്ക്ക് ആൾക്കാർ എണീറ്റ് നിന്ന് കൈയടിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പ്രണയത്തിന്റെ ഒരു ഭയങ്കര, പ്രണയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും വന്നിട്ടുണ്ടെങ്കിലും പ്രണയത്തിന്റെ ശരിക്കും പ്രണയം മധു എന്നല്ലേ പേരിടേണ്ടിരുന്നത്? അങ്ങനെ കൂട്ടുകാരെ വിളിക്കാറുണ്ട്, പക്ഷെ ഇട്ടാൽ അപ്ലിക്കബിൾ ആവൂല. കൂട്ടുകാരെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പൊ ആ വരികള് പാടിയപ്പോൾ എത്ര ആർദ്രമായിട്ട് എത്ര റൊമാൻറ്റിക് ആയിട്ടാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള ആളിനെ, അല്ലെങ്കിൽ ജീവിതത്തോട് പ്രണയം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരാളിന് മാത്രമേ അത്രയും മുഴുകാൻ ഇഴുകാൻ കഴിയുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട്. അത് പ്രണയം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന മാത്രമല്ല, ഒരിക്കലും പ്രണയം എല്ലാവരുടെ മനസ്സിലാണ്. അപ്പൊ എന്റെ കവിതകളിൽ പലപ്പോഴും ഇങ്ങനെ നമ്മൾ സാധാരണ കാണുന്ന പ്രണയത്തിന്റെ പല ഭാവങ്ങളായപ്പോ ഇങ്ങനെ ചോദ്യം ഉണ്ടായി, ഇത് മാത്രമേ പ്രണയം മാത്രമാണോ വിഷയം? അപ്പൊ ഗസലുകൾക്കല്ല, ഭക്തി ഒക്കെ വിഷയമാവാറുണ്ട്. പക്ഷെ ഞാൻ സൗഹൃദത്തെ കുറിച്ച് ഗസലേച്ചിട്ടുണ്ട്. നിൻ പൊതിച്ചോറിന്റെ പാതിയും ഹൃദയം പകുത്ത നേർപ്പാതിയും അക്ഷരമുറ്റത്തെ പൂത്തമാഞ്ചോട്ടിലെ സൗഹൃദത്തണലിൽ നീ തന്നു സ്നേഹ സൗഗന്ധികങ്ങൾ വിടർന്നു. എന്തും മനോഹരമായ വരികളാണ്. സൗഹൃദങ്ങളുടെ മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള പാട്ടുകൾ വെച്ചിട്ടാണ് ഈ ഗസലുകൾ ചെയ്യുന്നത് അല്ലേ? പ്രണവം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്രണവം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എവിടെയാണത് ആദ്യം സ്ഥാപിതമായത്? പ്രണവം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ പാരപ്പള്ളിയിലാണെങ്കിൽ എന്റെ ജന്മസ്ഥലം പകൽക്കുറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പകൽക്കുറയാണ് എന്റെ സ്ഥലം. അവിടെയാണ് പ്രണവം ആരംഭിക്കുന്നത്. പക്ഷെ ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാരപ്പള്ളിയിലേക്ക്, അന്നത്തെ ഒരു സിറ്റി പാരപ്പള്ളിയായിരുന്നു, പാരപ്പള്ളിയിലേക്ക് ഇത് മാറ്റപ്പെടുകയും ഇന്നും വളരെ ഭംഗിയായിട്ട് 26 വർഷമാകുന്നുണ്ട്. 300-അധികം കുട്ടികൾ. പിന്നെ പ്രണവം സംഗീത സഭയുണ്ട്. മാത്രമല്ല ഈ ഒരു സംഗീത സഭ പ്രണവത്തിന്റെ ഒരു സംഘാടക സമിതി ഇന്നും കേരളത്തിലെ ശാസ്ത്രീയ സംഗീതത്തിന് പ്രണവശ്രീ എന്ന് പറയുന്ന ഒരു നല്ല അവാർഡ് നൽകുന്നുണ്ട്. 10,007 രൂപയും ശില്പവും അടങ്ങുന്ന ഒരു അവാർഡ് കൃത്യമായിട്ട് നൽകി പോരുന്നുണ്ട്. ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് പ്രണവ് മധുവാണ്. അതെ അതെ, എന്റെ ഫൗണ്ടർ ഞാൻ ഒരിക്കലും എന്റെ പേര് ഞാൻ പ്രണവ് മധു ആക്കിയത് എനിക്ക് വന്നു ചേർന്ന പേരാണ് പ്രണവ് മധു. ഞാൻ മധു എന്ന് മാത്രമായിരുന്നു. അപ്പൊ അത് പ്രണവം തുടങ്ങിയ ആളായതുകൊണ്ട് ഇതിങ്ങനെ വിളിച്ചു വന്നിട്ട് അതങ്ങ് അഡ്രസ് ആകുമായിരുന്നു. UAE പ്രണവം തുടങ്ങാനുള്ള പ്രണവം തുടങ്ങാനുള്ള ഐഡിയ ഒന്നും ഇല്ല. എന്താണെന്ന് അറിയാം ഞാൻ ചോദിച്ചത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങുന്ന സംഭവമല്ല. സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു കൂട്ടായ്മയിലൂടെ ഒരുപാട് നല്ല ഗാനം. ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ പ്രണവം മധുവിനെ കാണുന്ന സമയത്ത് കൂടെ വന്നിരിക്കുന്ന ഒരാള്, അപ്പം എപ്പോഴും നമ്മുടെ ഈ സൗഹൃദങ്ങളുണ്ടല്ലോ, ആ സൗഹൃദങ്ങൾ പ്രൊഫഷനോട് യോജിച്ചതാണെങ്കിൽ അത് വളരെ നമ്മുടെ ജീവിതത്തെ ഒരുപാട് പ്രോജ്വലിപ്പിക്കും. തീർച്ചയായും. അപ്പം ലാലു പിള്ളൈ, അദ്ദേഹം മലയാള സംഗീതം ഇൻഫോ എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള ഒരു സൈറ്റിന്റെ പ്രവർത്തകരിലൊരാളാണ്. അല്ല, ഞാനെല്ലാവരും ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ ഒരു സ്കൂളിലുള്ള പഠിച്ചെങ്കിലും ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. അപ്പൊ എന്റെ നമ്മള് സൗഹൃദം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന പോലെ ഞാൻ ഈ നേരത്തെ നിൻപൊതിച്ചോറിന്റെ ആ ഗസൽ ഞാൻ എന്റെ സുഹൃത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പതിവുമായിട്ട് എഴുതുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? അപ്പൊ അത്തരത്തിലുള്ള കുറെ സൗഹൃദങ്ങളുണ്ട് തീർച്ചയായിട്ടും. ഇനിയും ഇതുപോലെ പഴയ ഗാനങ്ങളും അതുപോലെ തന്നെ ഗസലുകളും മലയാള ഗസലുകളും ഒക്കെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ അർപ്പിക്കാനുള്ള ഒരുപാട് പേര് കാണും. തീർച്ചയായും. അവർക്ക് വേണ്ടി ഇതിപ്പോ നമ്മളൊരു ഡിസ്കഷൻ ആണെങ്കിൽ കൂടി ഇവിടെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഒരു പ്രണവം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയെന്നോ അങ്ങനെയൊക്കെ വന്നിട്ട് അത് വളരെ വിശാലമായി മാറട്ടെ. വലിയ തണലായി അതിന്റെ പരിച്ഛേദമാണ് ഗ്രാമം കൂട്ടായ്മ. അപ്പൊ അതിവിടെ ഈ മ്യൂസിക് ലവേഴ്സ് മാത്രം, അത് വേറെ നിബന്ധനകളും അജണ്ടകളും ഒന്നും ഇല്ലാത്ത മ്യൂസിക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിങ്ങൾ അംഗമായി എന്നുള്ളതാണ്. അപ്പൊ പ്രണവം അല്ലെന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ വിസിറ്റിംഗിന് പോരാൻ ഒരു സമയത്തും ഒരു മാസമൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. എന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് കുറച്ച് സീനിയേഴ്സ് ആയിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങള്, ഞാനൊരു മഹാനായ സംഗീതജ്ഞന്റെ അടുത്ത് കുറച്ചുനാൾ പഠിച്ചാണ് എന്റെ ആകെപ്പാടുള്ള സംഗീത സമ്പത്ത്.
കടക്കാവൂർ CK വേലുക്കുട്ടി നായർ ഭാഗവതർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കീഴിലെ പഠനമാണ് എനിക്ക് സംഗീതത്തിൽ കുറച്ച് അറിവ് കിട്ടുന്നത്. എന്റെ ആദ്യ ഗുരു കുമ്മലൂർ ബാലൻ ഭാഗവതറാണ്. വർക്കല CS സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സാറിന്റെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ എന്റെ ഡിപ്ലോമയ്ക്ക് ശേഷം പോലുള്ള പഠനമാണ് ക്ലാസിക്കൽ മ്യൂസിക് കുറച്ച് പാടാനൊരു ധൈര്യം കിട്ടിയത്. അപ്പൊ കച്ചേരിയും അതുപോലെ തന്നെ ലളിത സംഗീതവും ഒപ്പം ഗസൽ സംഗീതവും രചനാ വൈഭവവും എല്ലാം കലർന്ന ഒരു പ്രതിഭയാണ് ഇന്ന് മ്യൂസിക് ദർബാറിൽ നമ്മളോടൊപ്പം ഉള്ളത്. അടുത്ത ഏത് പാട്ടാണ് കൊടുക്കുന്നത്? നമുക്ക് പെറ്റൽസിൽ തന്നെ ബിജു നാരായണൻ പാടിയൊരു പാട്ടുണ്ട്. അത് മിഴിയണയോ? മിഴിയണ ചൊല്ലി. അത് ലാലു പിള്ളയുടെ രചനയാണ്. അത് നമ്മൾ ആദ്യം സുദീപിന്റെ പാടി ഇട്ടുന്നല്ല. അത് UAE ഒരു കവിയാണ്, സജികുമാർ എന്ന് പറയും. സജീവമാറിനെ എനിക്ക് ദേവയിൽ വർക്ക് ചെയ്യുന്ന സജീവമാറിന്റെ വരികളാണ്. അപ്പൊ UAE ഞാൻ പറഞ്ഞത് നമ്മുടെ നല്ല പ്രതിഭകൾ ഒരുപാട് ഇഷ്ടം പോലെ. അപ്പൊ ലാലു പിള്ളയുടെ വരികൾ, ബിജു നാരായണൻ, പ്രണവം മധുവിന്റെ ഈണം. അത് ഞാൻ ആഭേരി രാഗത്തിൽ ബേസാണ്. ആഭേരി രാഗത്തിന്റെ അറിയാലോ, അതിനകത്ത് ആര് പാടിച്ചാലും ഹിറ്റാണ്. സിനിമയിൽ ഒരുപാട് സാധ്യത എത്ര പേര് ചെയ്താലും അവർക്ക് ഇഷ്ടമനുസരിച്ച് ഇതിനെ കൊണ്ടുപോകാം. നമ്മൾ ആഭേരി രാഗം ആൾക്കാർ ആദ്യം നമ്മളെ ചിത്രം ഇറങ്ങിയതിനു ശേഷമാണ് ഈ ആഭേരി രാഗത്തെ കുറിച്ചല്ല, ഈ ക്ലാസിക്കൽ ഒരു ലിങ്കിനെ കുറിച്ചൊക്കെ അറിയുന്നത് അല്ലേ? അതായത് ആ നഗമോ എന്ന് പറയുന്നത് സിനിമാ ഗാനം പോലെ അങ്ങ് ഹിറ്റായി. സിനിമയിലെ കീർത്തനമായത്. പിന്നെ ആവണി പൊന്നൂഞ്ഞാലും അങ്ങനെ കുറെ സാധനങ്ങൾ ഇഷ്ടംപോലെ. അഭേരി എടുക്കാത്ത സംഗീത സംവിധാനം ഇല്ല. എല്ലാ സംഗീത സംവിധാനം ഉപയോഗിച്ചിട്ടാണ് അഭേരി. അപ്പോ ആ മനോഹരമായ ഗാനം നമുക്കിനി ഒന്ന് ആസ്വദിക്കാം. മ്യൂസിക് ദർബാർ. മിഴീണ ചൊല്ലിയ കഥകളിലായിരം കനവുകളുണ്ടായിരുന്നോ, നിൻ കാർപ്പൂന്തലിൻ നീലിമയാലിന്ന് രാവൊരു സുന്ദരിയായോ, സൗമ്യത തൂകിയ നിൻ മന്ദസ്മിതം പൗർണമിരാവായോ, പൗർണമിരാവായോ. മിഴീണ ചൊല്ലിയ കഥകളിലായിരം കനവുകളുണ്ടായിരുന്നോ, നിൻ കിളിക്കൊഞ്ചലിൻ നാദം കേൾക്കവേ നൂപുരധ്വനികൾ മറന്നോ, നിൻ കിളിക്കൊഞ്ചലിൻ നാദം കേൾക്കവേ നൂപുരധ്വനികൾ മറന്നോ, നിൻ വിരൽ തുമ്പുകൾ എൻ കാവ്യതൽപ്പത്തിൽ ഭാവനാ ചിത്രങ്ങൾ വരച്ചുവച്ചോ, നിന്നെത്തിത്തടത്തിലെ സ്നിഗ്ധതയെന്നൊരു പാലാഴിയായി പടർന്നോ, പാലാഴിയായി പടർന്നോ. മിഴീണ ചൊല്ലിയ കഥകളിലായിരം കനവുകളുണ്ടായിരുന്നോ. തിരികെ മടങ്ങിയെത്താം മ്യൂസിക് ദർബാറിലേക്ക്. മ്യൂസിക് ദർബാറിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ ഈ സംഗീത സംവിധായകനോട് വല്ലാത്തൊരു പ്രണയവും മമതയും ഒക്കെ വന്നു കാണും. പാട്ടുകൾ കേട്ടപ്പോഴും അദ്ദേഹത്തിന്റെ സംഗീത വഴികൾ അറിയുമ്പോഴും അല്ലെ? അതിലപ്പുറമുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് മധുചേട്ടൻ പറഞ്ഞു തരും. ബാലമുരളീകൃഷ്ണ നിരോഷ്ട എന്നൊരു രാഗം ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഏതാണ് എങ്ങനെയാണെന്നൊക്കെ. ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചപ്പോൾ നിരോഷ്ട ഓഷ്ടങ്ങൾ തമ്മിൽ ചേരാത്ത, ചുണ്ടുകൾ തമ്മിൽ അടുക്കാൻ കഴിയാത്ത ഇങ്ങനെ വരുന്ന സാധനമാണെന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഇതില് റിസർച്ച് ചെയ്യുന്ന ഒരുപാട്
വിദഗ്ധരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് പ്രണവും മധുവും. അങ്ങും ഈ ലോകത്തിലേക്ക് ഈ 7 സ്വരങ്ങളിൽ നിന്നെടുത്ത് രാഗങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടല്ലേ? അതെ, ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ നമ്മുടെ ഭാഷയിൽ സംഗീതത്തിന്റെ ഒരു അവസാന വാക്കാണ്. നമ്മൾ വിനയം കൊണ്ട് പറയില്ല, നമ്മൾ സംഗീതത്തിന്റെ തുടക്കക്കാരാണ്. അപ്പൊ അത് ഞാനൊരു ഒരു രാഗം കണ്ടുപിടിക്കണ ഒരു ഗവേഷണ ബുദ്ധി ആയിരുന്നില്ല എന്റെ പിന്നെ. അത് ദാസേട്ടനുമായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ആ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ കാണാൻ പോവുകയും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു ഓസ്കാർ അവാർഡാണ് 2.5 മണിക്കൂർ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പോ ഒരു ഗുരുവായൂരപ്പന്റെ പാട്ടായിരുന്നു. അപ്പൊ പാട്ട് പാടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നിട്ട് ഇതേ രാഗത്തിലാ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് രാഗം ഏതാണെന്ന് എനിക്ക് സ്വരങ്ങൾ അറിയാം. പക്ഷെ അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് രാഗം മനസ്സിലായില്ല. ഞാൻ കരുതി ഇതാണ് സ്വരം. കുറച്ച് നമ്മളെക്കാൾ ബോധമുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പലരുടെയും വിളിച്ച് ചോദിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു എനിക്ക് കേട്ട് മനസ്സിലാവുന്നില്ല, ബുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടനായിട്ടിരുന്നതിനെ സ്വരപ്പെടുത്തി ഓരോങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇങ്ങനെ ഒരു രാഗം നമുക്ക് നോക്കാം. അങ്ങനെ ദാസേട്ടൻ രാഗപ്രവാഹം എന്ന ബുക്ക് അപ്പോഴെടുത്തിട്ട് അതിൽ നോക്കിയിട്ട് ഈ സ്വരങ്ങളിലൊരു രാഗമില്ല, അപ്പൊ സമാനമായ രാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ദാസേട്ടൻ പറഞ്ഞു ഇപ്പൊ നിലവിലുള്ള ഈ നമുക്ക് കിട്ടിയ അറിവില്ലേ ഇങ്ങനെ രാഗമില്ല. മോളുണ്ടോ, കല്യാണം കഴിച്ചൊന്നുമില്ല, അതെ മോളുടെ പേരിട്ട് തൽക്കാലം വിളിക്കൂ, ഇത് അന്വേഷിക്കുകയും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാൻ പലരുടെയും വിളിച്ച് അന്വേഷിച്ചു. അങ്ങനെ പ്രിൻസ് രാമവർമ്മ കേട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഞാനത് പറഞ്ഞു. അപ്പൊ 2 രാഗങ്ങളെ ഞാൻ അങ്ങനെ കൊടുത്തു. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കൂ, ഞങ്ങളൊന്ന് റെഫർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരാഴ്ച എന്റെ വീട്ടിൽ വിളിച്ചപ്പോൾ നമുക്കും ലഭ്യമായ അറിവുകളിലൊന്നും ഇങ്ങനെ റൂട്ടിൽ രാഗങ്ങളില്ല. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടിൽ വളരെ ആകസ്മികമായിട്ടാണല്ലേ? ആ രാഗത്തിലാണോ പാട്ട്? ആ രാഗത്തിൽ പാട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് എങ്ങനെയാണ്? അതിന്റെ ആരോഹണം സഗ പനീസ സനി പഗ മരീസ. അപ്പൊ തിരിച്ചിരുമ്പോ കാനഡയുടെ ഒരു ഫീൽ ഉണ്ട്. അങ്ങോട്ട് 4 സ്വരമുണ്ട്. സഗ പനി നദഭൈരവിയുടെ അല്ലെങ്കിൽ ഹരപ്രയുടെ ചിഹ്നം ഒന്ന് പറ. സഗ പനീസ സനി പഗ മരീസ. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. സനി പഗ മരി ഗാരീസ. അതിന്റെ ആരോഹണം വരുമ്പോ എനിക്ക് തോന്നുന്നു രതിപതി പ്രിയയുടെ ഒരു ശൈലി പോലെ വരുന്നു. ഇത് ഒരു നമുക്ക് നോട്ടൊക്കെ ഒരു കോഡിൽ തീരും ആരോഹണം. സിക്കാണെങ്കിൽ ഒരു മൈനസ് പിടിക്കുമ്പോഴേ തീരുന്നു. എങ്ങനെയാണ് ചേട്ടൻ ചെയ്തത് പാട്ട്? തൊഴുകൈയുമായി ഞാൻ നിന്നു എന്റെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ, കാണിക്ക വയ്ക്കുവാനില്ല എന്റെ കണ്ണുനീർത്തുള്ളിയല്ലാതെ. തൊഴുകൈയുമായി ഞാൻ നിന്നു എന്റെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ. ഈ പാട്ട് നമുക്ക് എവിടെയാ കിട്ടുന്നത്? ഇത് റിലീസായിട്ടില്ല. ശരി. ഇതിപ്പോ അങ്ങനെ ഒരു 2 പ്രോജക്റ്റ് ഇങ്ങനെ എന്റെ സുഹൃത്തുക്കൾ ചെയ്യാനുണ്ട്. ഒന്ന് ഗുരുവായൂരപ്പന്റെ, അതും ദാസേട്ടനോട് പാടിക്കണം എന്ന നിർബന്ധത്തിലിരിക്കുകയാണ് അവര്. പിന്നെ ഞാനിപ്പോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം ഗസലുകൾ ദാസേട്ടന്റെ ശബ്ദത്തിൽ ഒന്ന് പുറത്തിറക്കണം എന്നൊരു അതിനകത്ത് നല്ലൊരു ഉദ്യമമാണ്. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ അവര് ഓക്കെയാണ്. ഇതൊരു ബിസിനസ് ആയതുകൊണ്ടും ആ മേഖലയിലുള്ള ചില ഒത്തുചേരൽ പൂർണ്ണമാകത്തുകൊണ്ടാണ് താമസിക്കുന്നത്. അത് ആ ഡീൽ എന്ന് ക്ലിയർ ആവുന്നു. അന്ന് ഈ 2 വർക്കുകളും ഇറങ്ങിയിരിക്കും. പ്രണവ് മധു പാടാൻ തുടങ്ങിയത് എങ്ങനെയാണ്? എന്താണ് ആ ജീനിന്റെ? എന്റെ വീട്ടിൽ പാട്ടുകാരില്ലെങ്കിലും കലാകാരുണ്ട്. എന്റെ അപ്പനൊക്കെ ഓട്ടം തുള്ളൽ കലാകാരനായിരുന്നു. അപ്പന്റെ ചേട്ടൻ ചിത്രകാരനായിരുന്നു. എന്റെ മൂത്ത ചേട്ടനാണ് കവിയാണ്, ശ്രീ പകൽക്കുറി വിഷൻ എന്ന് പറഞ്ഞ എന്റെ. അപ്പൊ ഇങ്ങനൊരു കലാ പാരമ്പര്യമുള്ള ഞാൻ ചെറിയ പ്രായത്തിൽ പാടുന്നത് കൊണ്ട് തന്നെ എന്നെ കുമ്മലൂർ ബാലസാന്റെ അടുത്ത് ചെറിയ പ്രായത്തിൽ പാട്ട് പഠിക്കാൻ കൊണ്ടാക്കി. അപ്പോ എന്റെ ചേട്ടനൊക്കെ അന്ന് വിചാരിച്ചപ്പോ അവനെ മ്യൂസിക് സ്കൂളിൽ തന്നെ അയക്കണം. അങ്ങനെ അവരുടെ നിർബന്ധത്തിലാണ് സ്കൂളിൽ നിന്ന് നേരെ മ്യൂസിക് കോളേജിൽ അയക്കുന്നത്. അപ്പൊ അന്ന് മ്യൂസിക് കോളേജ് നമുക്ക് വീട്ടുകാരും മ്യൂസിക് പഠിക്കാൻ വിട്ടു, നമ്മൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് മ്യൂസിക് കോളേജ് ഡിപ്ലോമ കഴിഞ്ഞ് പിന്നെ ആ ലാസ്റ്റ് ഇയറിലേക്കാണ് ദേവരം വർഷം എടുത്ത് പഠിക്കുന്നത്. അതിനുശേഷം കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് നമ്മൾ കുറച്ച് മുതിർന്നുകൊണ്ടായിരിക്കും മ്യൂസിക്കിനോട് ഇഷ്ടം ഒക്കെ തോന്നുകയും പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാം. കോളേജ് വിദ്യാഭ്യാസം നമ്മൾ അതിന്റെ എൻജോയ്മെന്റ് കൂടെ ഉണ്ടല്ലോ. അതിനുശേഷം ഈ വേൽക്കുടി സാറിന്റെ കീഴിലുള്ള പഠനമാണ്. നമ്മൾ ഇത്തുന്നത് പഠിച്ചൊന്നും ആയില്ല, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ മടങ്ങാണ് അറിയാനുള്ളത്. നമ്മൾ അറിഞ്ഞത് വളരെ പരിമിതമാണെന്നൊക്കെയുള്ള ബോധത്തിൽ നിന്നാണ് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞത്. ദാസേട്ടനെ ഏറ്റവും ഇഷ്ടമാണെന്ന് എല്ലാവരും പറയും. അതെ അല്ലേ?
പിന്നെ ഇപ്പൊ ഈ തലമുറയിൽ ഒരുപാട് പാട്ടുകാരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് പുതിയ തലമുറയിലെ പാട്ടുകാരെ കുറിച്ച് പറയാനുള്ളത്? പുതിയ തലമുറയിലെ പാട്ടുകാരെന്ന് പറയുമ്പോൾ നമ്മളൊരു 2-3 കാലഘട്ടങ്ങളിലേക്ക് പറയണം. അപ്പൊ നമ്മള് ഈ ദാസേട്ടന്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മള് മധു, ബിജു, അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അതിന്റെ കാലഘട്ടത്തിലും ഒരുപക്ഷെ നമുക്ക് വേണ്ടത് അവര് നൽകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. പുതിയ തലമുറ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ നമ്മൾ കുറെ കുട്ടികളെ, പുതിയ തലമുറയിലെ കുട്ടികളെ പാടിക്കാനുള്ളൊരു അവസരം കിട്ടില്ലെന്ന് എല്ലാവരും കഴിവുള്ളവരാണ്. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഗായകർക്ക് 1 മണിക്കൂർ കൊണ്ട് പാടുന്നൊരു പാട്ട് ഇവർ പലപ്പോഴും 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ എടുക്കാറുണ്ട്. അവരുടെ കുറവാണെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി അങ്ങനെ അതിന്റെ അനുഭവത്തിലുള്ള കാര്യം. പിന്നെ അവരുടെ ചില മാനസികമായ അവരുടെ അവസ്ഥകളിലും വ്യത്യാസമുണ്ട്. കാരണം പഴയ കലാകാർ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് വളർന്ന് അവർ നല്ല നിലയിലെത്തിയത്. ഒരുപാട് ചെറിയ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ചെറിയൊരു അവസരങ്ങളിൽ നിന്നും ഒക്കെയാണ്. ഇന്നത്തെ കുട്ടി നന്നായിട്ട് പാടുന്ന കുട്ടി നേരെ പോണത് ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്കും വലിയ സമ്മാനങ്ങളിലേക്കും, എല്ലാം വലുതാണ്, വലിയ സ്റ്റേജുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും. ഈ ഉയർച്ച അവരുടെ മാനസിക നിലയെ, ഒരു ഭൂരിഭാഗം കുട്ടികളുടെ മാനസിക നിലയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അത് അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ ചലനങ്ങളിലും ഒക്കെ നമുക്ക് ചിലത് സഹിക്കാൻ പറ്റും, ചിലത് നമ്മൾ എല്ലാം സഹിച്ചല്ലേ പറ്റുള്ളൂ. എങ്കിലും ചില വിഷമം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് പെട്ടെന്ന് ഫെയിം ഒക്കെ ഉണ്ടായി, അതേപോലെ തന്നെ പെട്ടെന്ന് മങ്ങലേൽക്കുകയും ചെയ്യുന്ന പ്രതിഭകളെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അതെ, അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് കറക്റ്റാണ് രാജീവ് പറഞ്ഞത്. കാരണം ഓരോ വർഷവും നിരവധി ചാനലുകളിൽ നിന്ന് 1ാം സ്ഥാനം 2ാം സ്ഥാനം കരസ്ഥമാക്കി ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു നല്ലൊരു മ്യൂസിക് ആസ്വാദകനെ വിളിച്ചിട്ട് നിങ്ങൾ നല്ല പാട്ടുകാരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അവർ കൂടിപ്പോയ 5, 10, 15 ലിസ്റ്റ് എടുക്കുമ്പോൾ തീരും. എന്തുകൊണ്ട് ഇവർ മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. സാധകം എന്ന വാക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാധകം അത് പഴമക്കാരൊരു വാക്ക് പറഞ്ഞതാണ്. അതാ വേർഡ് മീനിങ് ആണെന്നറിയില്ല. സാധിക്കാത്തത് സാധിച്ചെടുക്കുക, അതാണ് സാധകം. നല്ലൊരു വേർഡ് മീനിങ്. പക്ഷെ ദാസേട്ടനൊക്കെ അങ്ങനെ ആയിരിക്കും അത്, ആ വാക്കിന്റെ മീനിങ്. അതെ. അപ്പൊ അത് അവര് അതിൽ നിന്നൊരു ആശയം വരാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. സാധിക്കാത്തത് സാധിച്ചെടുക്കുക, അത് സാധകം. അതാണ് സാധകം. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു നിർവചനമാണ്. അതെ. അത് ചെയ്യുന്ന കുറച്ചുപേരൊക്കെ മാത്രമേ ഇപ്പോ ഈ സംഗീത ലോകത്തുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും. ഒരിക്കൽ രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ഏത് പാട്ടുകാരെ ഫോൺ ചെയ്യുമ്പോൾ വിളിച്ചാലും ചിലപ്പോൾ അവർ തിരക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറയും, മറ്റുള്ള എടുക്കുന്നെങ്കിൽ ഒരു 5, 10 അല്ലെ 10, 15 നിമിഷത്തെ ശൂന്യതയ്ക്ക് ശേഷം ആ ഗായകൻ ഫോൺ ഉണ്ട്. പക്ഷെ ദാസേട്ടനെ വിളിക്കുകയാണെങ്കിൽ ഈ ഹോൾഡ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സംഗീതം കേൾക്കാമെന്നാണ്. ആണല്ലേ? അതാണ് വ്യത്യാസം. നമ്മളിനി അടുത്തൊരു ഗാനം നമ്മുടെ സുഹൃത്തുക്കൾക്കായി കൊടുക്കുകയാണ്. ഇത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നല്ല മെലഡികൾ പാടിയിട്ടുള്ള വേണുഗോപാൽ. എന്റെ ഒരുപാട് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ് വേണുഗോപാൽ. ഒരുപാട് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടൊരു ഇഷ്ടമുള്ള ഗായകനാണ്. ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. 10-15 ശബ്ദസുഖം ഒന്ന് വേറെയാണ്. തീർച്ചയായിട്ടും. അപ്പോ ഒരുപാട് കാലം എന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇത് ഒരു പ്രവാസിയായിരുന്ന ഒരു സുനിൽകുമാർ. പുള്ളി ഇപ്പോ തൃശ്ശൂരാണ് സ്ഥലം, ഇപ്പൊ കോഴിക്കോടാണ്. TS സുനിൽകുമാർ. ഇത് ഞാൻ നമ്മുടെ വാസന്തി എന്നൊരു രാഗമുണ്ട്, മോഹനത്തിന് ചെറിയ തകതം വെച്ച സിനിമ പാട്ടൊക്കെ വളരെ കുറവാണ്. രവീന്ദ്രൻ മാഷിന്റെ ഒരു പുഴയൊരഴകുള്ള പെണ്ണ്, ആ പാട്ടൊക്കെ അതിനകത്താണ്. സരിഗപദ ചെറിയതാ പേര്, അതിലാണ് ചെയ്തിരിക്കുന്നത്. സ്നേഹിതരെ, ഓരോ പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുമ്പോഴും ആ പാട്ടിന്റെ നോട്ട്സിനെ കുറിച്ച്, രാഗത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു പോകുന്ന ഒരു മഹാനായ സംഗീത സംവിധായകൻ, അതാണ് പ്രണവ് മധു. അദ്ദേഹത്തിന്റെ ഗാനം വേണുഗോപാൽ പാടുന്നത് കേൾക്കാം. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു. അന്നൊരുപാട് വേദന എന്നിൽ നിവേദിച്ചൊരനുരാഗമുണ്ടായിരുന്നു. കൊച്ചു ഗ്രാമത്തോടെന്നും അനുരാഗമുണ്ടായിരുന്നു. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു.
സൗന്ദര്യം പേറി നീ എൻ മുൻപിൽ പുഷ്പിണിയായി വന്നില്ലേ. വാസന്ത സൗന്ദര്യം പേറി നീ എൻ മുൻപിൽ പുഷ്പിണിയായി വന്നില്ലേ. ശിശിരത്തിൽ കുളിർ തെന്നലേറ്റു നീ വഴിയരികിൽ മാമരം കോച്ചി നിന്നില്ലേ. വർഷവും വേനലും പല കുറി നിൻ കാതിൽ വിരഹഗാനം പാടിയില്ലേ. വർഷവും വേനലും പല കുറി നിൻ കാതിൽ വിരഹഗാനം പാടിയില്ലേ. ഒരുപാട് കാലമെന്നോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ബാല്യകാലമുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു മ്യൂസിക് ദർബാർ. നമ്മളോടൊപ്പം ഉള്ളത് പ്രണവം മധു. പ്രണവം മധു ഇപ്പോൾ യു എയിലുള്ളവർക്ക് എല്ലാവർക്കും ചിരപരിചിതനാണ്. ഒത്തിരി പേർക്ക് അങ്ങയുടെ പാട്ടുകളോടൊരു വിശ്വാസമുണ്ട്. ഇതിൽ നല്ല മെലഡികൾ കാണും, അല്ലെങ്കിൽ രാഗ ബേസ്ഡ് ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആസ്വാദകരോട് പ്രണവ് മധുവിനൊരു കരുതലുമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഓഫ് ഹാൻഡായിട്ട് എന്തെങ്കിലും പടച്ചുവിടുന്ന രീതിയൊന്നുമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നല്ല പാട്ടുകൾ നിലനിൽക്കണം, നല്ല പാട്ടുകൾ ഉണ്ടാകണം. മധുചേട്ടൻ തന്നെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ വർഷം ഇതുവരെയുള്ള സമയത്ത് വന്നിരിക്കുന്ന പാട്ടുകളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ ഒരു 4 പാട്ടോ 5 പാട്ടോ ഉണ്ട്. അതെ, നമ്മൾ എന്റെ മൊയ്തിനത്തൊക്കെയുള്ള പാട്ടുകൾ മാത്രമാണ്. അതെ, പണ്ട് നമ്മൾ 90കളിലൊക്കെ ഓരോ സിനിമയും വന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ 2-3 പാട്ട് അവശേഷിപ്പിച്ചിട്ട് പോവുക. അങ്ങനെ അവക്ഷിപ്തപ്പെടാനൊന്നുമില്ല. ഇപ്പൊ പാട്ടും പോകുന്നു, സിനിമയും പോകുന്നു. അത് തന്നെ. അപ്പോ ഇങ്ങനെയുള്ള ഈ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുള്ള സംഗീത സംവിധായകർ ചെയ്താൽ ഇതേ രീതിയിൽ മനസ്സിൽ ചില അനുരണനങ്ങൾ സൃഷ്ടിക്കുന്ന പാട്ടുകൾ ഉണ്ടാകും എന്ന് വിശ്വാസമുണ്ട് ആസ്വാദകർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും മധുചേട്ടനും സിനിമാ രംഗത്തേക്ക് വന്ന് ഉടനെ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും അതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ 2017 എന്തായാലും പ്രണവ് മധു സംഗീത സംവിധാനം നിർവഹിച്ച ഒരു സിനിമാ പാട്ട് കേൾക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. 2-3 പ്രോജക്റ്റുകളിൽ ഇപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽസ് പറയാൻ ഇപ്പൊ പറ്റില്ല, എങ്കിലും 2-3 പ്രോജക്റ്റുകൾ ഞാനിങ്ങനെ കമ്മിറ്റഡ് ആണ്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് 2017 ഉറപ്പായും റിലീസാകും. അതിലൊന്ന് ദാസേട്ടനായിരിക്കുമോ പാട്? അതൊരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, എല്ലാവർക്കും താല്പര്യമാണ്, അത്യാഗ്രഹമാണ്. ഒരു സംഗീത സംവിധായകന്റെ ഒരു സ്വപ്നം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു പക്ഷേ മറ്റേതെങ്കിലും 2 പ്രോജക്ട് നടന്നാലും എന്റെ ആഗ്രഹം സഫലമാകും. പിന്നെ വേറെന്തൊക്കെയാണ് പ്രോജക്ട്സ്? പാട്ട് പഠിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനം തുടങ്ങാനോ അല്ലെങ്കിൽ യു എയില്? അല്ല, ഞാൻ പാട്ട് പഠിപ്പിക്കുന്നതിൽ ഇപ്പോഴും സജീവമാണ്. ഞാൻ ഇവിടെ സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ടൈം ടു ടൈം ചെയ്യേണ്ട കാര്യമില്ല. രാത്രി ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാം. ഞാൻ ഫ്രീ ടൈമുകളിലൊക്കെ എന്നെ സമീപിക്കുന്ന എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് കുറച്ച് പഠിച്ചവർക്ക്, കുറച്ച് സീനിയേഴ്സ് ആണെങ്കിൽ നമുക്ക് സൗകര്യമുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പണ്ട് പറഞ്ഞത് നമുക്ക് കിട്ടിയ സംഗീതം നമ്മുടെ ഗുരുമുഖത്താണ്. ആ നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ 100% സന്തോഷവാനും സംതൃപ്തനുമാണ്. എന്നെ കണ്ടപ്പോഴും ആദ്യം 2 പേര് ചേർന്ന് പറഞ്ഞ കാര്യം എനിക്ക് വളരെ സന്തോഷം നൽകുന്ന സംഭവമാണ്. അതായത് പ്രണവ് മധുവും ലാലുപിള്ളയും ചേർന്നിട്ട് പറഞ്ഞത്, രാജീവ് ഒരിക്കൽ നമ്മുടെ ഫ്ളാറ്റിലേക്ക് വരൂ, അവിടെ സംഗീതം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സംഗീതം അത് ശ്രവിക്കാനുള്ള ഭാഗം. രാത്രി 2 മണി 3 മണി വരെയൊക്കെ ഞാൻ പലപ്പോഴും സംഗീതം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. സ്റ്റുഡിയോ സെറ്റപ്പുകളൊക്കെ ഇപ്പം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിലായിരിക്കും കൂടുതലും ഗായകരെ കൊണ്ട് പാടിക്കുന്നത്. അതെ, ഇവിടെ ഞാൻ ചെയ്യുന്ന ഓരോ വർക്കിലും പരമാവധി പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാറുണ്ട്. അങ്ങയുടെ ഒരു ശിഷ്യൻ കഴിഞ്ഞ നമ്മുടെ മ്യൂസിക് ദർബാറിൽ പാടിയിരുന്നു, അഭി വെങ്ങര. അല്ല, നാട്ടിലിപ്പോ നിരവധി കുട്ടികൾ, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ പല റിയാലിറ്റി ഷോയിൽ നല്ല വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ കുറച്ച് നല്ല ശിഷ്യസമ്പത്തിനെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും നാട്ടിലും ഒക്കെ തന്നെ ഒരുപാട് ആസ്വാദകരുണ്ട്, ആരാധകരുണ്ട് പ്രണവ് മധുവിന്. ഇനിയുള്ള അങ്ങോട്ടുള്ള സംഗീത ജീവിതത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ സൃഷ്ടിക്കാൻ തീർച്ചയായും പ്രണവ് മധുവിന് സാധ്യമാവട്ടെ. അതുപോലെ തന്നെ ഈ ഗസലുകൾ ഇവിടെ അവതരിപ്പിക്കുന്ന ആ വേദികൾ ഇനിയും കൂടി വരട്ടെ. അതിനുവേണ്ടി ഇപ്പം ഞങ്ങളുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ശ്രോതാക്കളുണ്ട്. തീർച്ചയായിട്ടും അവരിൽ കുറച്ചു പേർക്ക് ഏതെങ്കിലും ഒരു ആൽബം ഒരുക്കണമെന്ന് തോന്നിയാൽ, അതിൽ പ്രണവ് മധുവിന്റെ സംഗീതം വേണമെന്ന് തോന്നിയാൽ അവർക്ക് സമീപിക്കാനും,
ഏതെങ്കിലും സായാഹ്ന വേദികളിൽ നല്ല പാട്ട് കേട്ട് ഒന്ന് മനസ്സ് കുളിർപ്പിക്കണമെന്ന് തോന്നുന്ന ഒരു കൂട്ടം സ്നേഹിതർക്ക് തീർച്ചയായിട്ടും പ്രണവ് മധുവിന്റെ ഗസലുകളാണ് ആസ്വദിക്കേണ്ടതെന്ന് തോന്നിയാലും ഒക്കെ അവർക്ക് ഒന്ന് വിളിക്കാൻ വേണ്ടി നമ്പർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയോ FB ഐഡിയോ ഒക്കെ ഒന്ന് കൊടുക്കാൻ ഈ വേദി തീർച്ചയായിട്ടും സഹായകമാവട്ടെ. അതിൽ വളരെ സന്തോഷമുണ്ട്. FBI പ്രണവ് മധു മാത്രമാണ്. എന്റെ ഫോൺ നമ്പർ 0522609213. ഒരിക്കൽ കൂടി 0522609213. മ്യൂസിക് ദർബാറിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഒരു പാട്ടുകൂടി കൊടുക്കാനുള്ള സമയമാണുള്ളത്. ഈ ഗാനം ഒരു ഫീമെയിൽ അതെ ഞാൻ പറയാൻ വന്നതാണ്. നമ്മൾ 3 പാട്ടും മെയിലിന്റെ. അത് ഞാൻ UAE ഗ്രാമം കൂട്ടായ്മയുടെ ആദ്യത്തെ ഒരു വർക്കായിരുന്നു രാഗസൗഗന്ധി. അതിലൊരു പാട്ടാണ്. മഞ്ജു ശാസ്ത്രങ്ങളിലൂടെ ശ്രദ്ധയായ ഒരു ഗായികയുണ്ട്, ജാനകി എന്ന നാട്ടിലെ എന്റെ ഒരു സ്റ്റുഡന്റാണ്. ആ കുട്ടി പാടിയൊരു പാട്ടാണ്. അതൊരു കുറച്ച് സാഡ് ഫീല് ഉള്ളതാണ്. അത് എഴുതിയത് ഒരു പ്രവാസി ബിസിനസ്സുകാരിയായ ഒരു സ്ത്രീയാണ്, ശ്രീമതി ലൈജ നവാബുദ്ദീൻ എന്ന് പറയും. അവർക്ക് ഇവിടെയൊക്കെ ബിസിനസ് ഉണ്ട്, നാട്ടിലാണ്. അപ്പോൾ അത് ഞാൻ ആഭേരി രാഗം നമ്മൾ എപ്പോഴും ഒരു ഹാപ്പിനെസ് നൽകുന്ന രാഗമാണ്. അങ്ങനെ ഇത് അതിന്റെ ഒരു പൂർണ്ണമായിട്ടും ആഭേരിയാണെന്ന് വെച്ചാൽ ആഭേരിയുടെ ഒരു വഴിയിൽ ഞാൻ എടുത്തേക്കാം. കുറച്ച് സാഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ച രാഗമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ പാട്ട്. ഓക്കെ, വീണ. ഈ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ചേട്ടാ, ഒരുപാട് സന്തോഷം ഈ ഏഷ്യാനെറ്റ് റേഡിയോയുടെ സ്റ്റുഡിയോയിലെത്തി ഞങ്ങൾക്കായിട്ട് കുറച്ച് സമയം നീക്കി വെച്ചതിന്, മ്യൂസിക് ദർബാറിൽ വന്നതിന് എല്ലാ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. എനിക്കും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കലാകാർക്ക് പോകുന്ന വഴികളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴികളിൽ ഇത്തരം വർത്തമാനങ്ങൾ ഒരുപാട് ഊർജ്ജം നൽകും, ഒരുപാട് പ്രേരണ നൽകും. തീർച്ചയായും. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നേരിട്ട് പറയാൻ പറ്റില്ല. അത്തരം ഒരു അറിയിപ്പിനുള്ള ഒരു വേദിയാണിത്. അതുകൊണ്ട് ഇത് എന്നെ ക്ഷണിച്ചതിനുള്ള ഏഷ്യാനെറ്റിനോടുള്ള പ്രത്യേക നന്ദിയും അതിലുപരി രാജീവിനോട് ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും ഒരുപാട് വർത്തമാനം പങ്കിടാൻ കിട്ടിയുള്ള സന്തോഷം വലുതാണ്. നമ്മൾ പലപ്പോഴും കാണുന്നവരാണ്, ഇടയ്ക്ക് അത്യാവശ്യം വിശേഷങ്ങൾ അറിയുന്നെങ്കിലും വർത്തമാനങ്ങൾ വളരെ. പക്ഷെ നമ്മുടെ സംഭാഷണത്തിലൂടെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് ലഭിച്ചു. തീർച്ചയായിട്ടും സംഗീതത്തെ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചു. അതാണ് എനിക്കും ഈ മ്യൂസിക് ദർബാറിലൂടെ അങ്ങനെ പ്രവാസത്തിലും പൂർണ്ണമായിട്ട് സംഗീതത്തിൽ മുഴുകി ജീവിക്കുന്ന രാജീവിനും ഞാൻ ഒരുപാട് ഭാവങ്ങൾ നേരെയാണ്. താങ്ക് യു വെരി മച്ച്. അതുപോലെ നമുക്കും ഒരിക്കൽ ഒന്നിക്കാൻ കഴിയട്ടെ, അതിനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് ഗോഡ്. അങ്ങയ്ക്ക് ആശംസകൾ നേരുന്നു. വന്നതിൽ സന്തോഷം അറിയിക്കും. നന്ദി, നമസ്കാരം. പ്രാണവീണ തന്നോവും തന്നികൾ നാദമിനിയും ഉണർത്തുമോ. പ്രാണവീണ തന്നോവും തന്നികൾ നാദമിനിയും ഉണർത്തുമോ. ശ്രുതിയും താളവും നീതൊഴിഞ്ഞൊരു ഓർമ്മയിൽ പഴയൊരീണം. നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ മൗനമേഘങ്ങൾ. നിശബ്ദ തീരത്തിനകലെ പോയ കാലപ്രവാഹം മനസ്സു നിറയെ
ധരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന സ്പന്ദന പുണ്യം മനസ്സു നിറയെ മൗനരാഗങ്ങൾ ധരിച്ച വിരലിൻ തുമ്പിൽ ഇനിയെന്ന സ്പന്ദന പുണ്യം മനസ്സു